കാര്യം മേടിച്ചോണ്ടിരാന്ന് പറയാം, തങ്കപ്പനെയും കാണുന്നില്ല. ആ രായംപിള്ളയാ, എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? ആ ഇതാര്? പരമസ്വാമി. സ്വാമി, ആ പറയാ. എനിക്കൊരു ശത്രു സംഹാര പൂജ ചെയ്ത് തരണം. അതിനെന്താ, ചാത്തമ്പടത്തിലോട്ട് വന്നോളൂ. പിന്നെ കയ്യിൽ കുറച്ച് പണവും എടുത്തോളൂ, ദക്ഷിണയായിട്ട്. ഓ, ഇനി അതിനിപ്പോ ആരുടെ കടം മേടിക്കും? ആ രായണ്ണ. തങ്കപ്പ കാശ് കിട്ടിയോടോ? തങ്കപ്പ ഇല്ലണ്ണ, കാശ് കിട്ടിയില്ല. അയ്യോ, പക്ഷേ നമുക്ക് പറ്റിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അതെന്തൊരു ഐഡിയടാ? അതൊക്കെ ഉണ്ട് അണ്ണാ. ആ, നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡിനൊപ്പം നിൽക്കണം. മനസ്സിലായില്ലടാ. പറയാം. ഇപ്പൊ ഏറ്റവും കൂടുതൽ ലാഭമുള്ള ബിസിനസ് എന്തുവാ? എന്തുവാ? ഭക്തി ബിസിനസ്. ഏ? ഭക്തി ബിസിനസ്, അതായത് ദൈവ ബിസിനസ്. ഏത് കൊലകൊമ്പനും പേടിക്കുന്നത് ഇതിന്റെ മുമ്പിലാണ്. ഒരു രാഷ്ട്രീയക്കാരനും ഒരു സർക്കാരും തൊടത്തില്ല, തൊട്ടവന്റെ കൈവുള്ളും. എന്തൊക്കെയാടാ തങ്കപ്പ നീ പറയുന്നത്? അണ്ണാ, ഓരോരുത്തരും ഓരോ ദൈവത്തെ പിടിക്കും, അതിന് ഓരോ മതത്തിന്റെയും പേരിടും. മതമൊന്നുമില്ലാത്തവൻ സ്വന്തമായി ദൈവത്തെ ഉണ്ടാക്കും, സ്വയം ആൾദൈവമാവണ. ആ, അത് ശരിയാ. പക്ഷെ അത് നമ്മൾ തമ്മിൽ എന്തുവാടാ ബന്ധം? അണ്ണാ, നമുക്ക് രണ്ടുപേർക്ക് ആവശ്യത്തിൽ കൂടുതൽ കടമുണ്ടല്ലോ അല്ലേ? ആ, ആവശ്യത്തിൽ കൂടുതൽ പേര് വട്ടമുണ്ട്. അതാ പറഞ്ഞത്, അതൊക്കെ മാറണ്ടേ? നാട്ടുകാർ നമ്മളെ കയ്യോളെ കൊണ്ട് നടക്കണ്ടേ? വേണം. അതിനുള്ളൊരു ഐഡിയ ഞാൻ പറയുന്നത്. വിളിച്ചു പറയടാ തങ്കപ്പ. അണ്ണാ, അണ്ണൻ സമാധിയാവണം, അത്ര തന്നെ. എടാ പല തങ്കപ്പ, ഞാൻ സമാധിയാവണമെന്നോ? ഞാൻ ചാവണമെന്നോ? ചെറുപ്പക്കാരനാ ഞാൻ ചാവണമെന്നോ? നീ പോയി നിന്റെ തന്ത വിളിച്ച് സമാധി ഇരുത്തറ. ഇവന്റെയൊക്കെ മനസ്സിരിപ്പ്. ഇതാ നിങ്ങളുടെ കുഴപ്പം. ഗുണമുള്ള ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. നീയേ ഞാൻ ചാവുന്ന കാര്യമില്ലോടാ പറഞ്ഞത്. എന്തോന്നണ്ണാ ഇത്? അത് സാധാരണ നടക്കുന്ന സമാധി, ഇത് അതല്ല. ഇത് നിങ്ങളുടെ അത്ഭുത സമാധി. അതെന്തുവാടാ? പറയാം, ശ്രദ്ധിച്ച് കേട്ടോ. ഈ വരുന്ന ദിവസങ്ങളിൽ പറ്റുമെങ്കിൽ നാളെ തന്നെ ഈ പറമ്പിന്റെ മൂലയിൽ എവിടെയെങ്കിലും കണ്ണടച്ചിരുന്നോളാം. ഈ സമയത്ത് ഞാൻ നാട് മുഴുവൻ പാട്ടാക്കും, അണ്ണൻ സമാധിയായെന്നും അണ്ണന് ദൈവ വിളി കിട്ടിയെന്നും. അപ്പൊ ആളും പേരും ഒക്കെ കൂടത്തില്ലോടാ? ആള് കൂടണമല്ലോ. ആള് കൂടും, പത്രക്കാർ വരും, പോലീസ് വരും, അനുകൂലമായും പ്രതികൂലമായും ഒക്കെ പറയും. അതൊന്നും കേട്ട ഭാഗം പോലും നടിക്കരുത്. ആളുകൾ പലതും മറിഞ്ഞും തിരിച്ചും ചോദിക്കും, പക്ഷെ മിണ്ടരുത്, കടിച്ചു പിടിച്ചിരുന്നോളാം. രാത്രിയാവുന്നവരെ മതി. അതുവരെ ഞാൻ സമാധി എടുക്കാം, പറയാം എന്നൊക്കെ പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോയിക്കോളാം. ആരെങ്കിലും പിടിച്ച് എഴുന്നേപ്പിച്ചാലോ? അങ്ങനെ വന്നാൽ അത് മറ്റേതെങ്കിലും ജാതിക്കാരെന്ന് പറഞ്ഞ് ഞാൻ ബഹളം ഉണ്ടാക്കും. വേണമെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നൊരു പറയണ. ഇരുട്ടാകുമ്പോൾ കണ്ണുകൾ മെല്ലെ തുറക്കണം. അപ്പോൾ ഞാൻ അലറി വിളിക്കും, അണ്ണൻ സമാധിയിൽ നിന്ന് ഉണർന്നേ, അണ്ണൻ സമാധിയിൽ നിന്ന് ഉണർന്നേ, അണ്ണന്റെ ദേഹത്ത് ആത്മാവ് തിരികെ കയറിയേ, അണ്ണന് ജീവൻ കിട്ടിയേ, അണ്ണൻ ദൈവമായേ, വെറും ദൈവമല്ല, സാക്ഷാൽ പരബ്രഹ്മ തവക്കളരായൻ ദൈവം. അതോടെ ഒരു കടക്കാരന് നമ്മളെ തൊടില്ല. എപ്പടി ഐഡിയാടാ. പിന്നൊരു കാര്യം, അണ്ണൻ ദൈവമായി കഴിഞ്ഞാൽ പ്രധാന പരികർമ്മി ഞാനായിരിക്കും. ഈ ഐഡിയ അല്ല എന്റെയാണ്. അന്നേരം പിന്നെ ഞഞ്ഞാ പിഞ്ഞാന്ന് പറയരുത്. ഇല്ലടാ തങ്കപ്പ, നീ തന്നെ എന്റെ മെയിൻ പൂജാരി. പിന്നെ വാക്ക് മാറിയുണ്ടല്ലോ, ഞാൻ എന്റെ അച്ഛനെ പിടിച്ചൊക്കെ സമാധിയാക്കും. പിന്നെ എല്ലാ ക്രെഡിറ്റും എനിക്കായിരിക്കും. താങ്കപ്പന്റെ ഒരു തമാശ. നീ ഇങ്ങോട്ട് പാടാം. ഞാനുള്ളപ്പോ ഒരുത്തിനോടൊന്നും സമാധിരിക്കേണ്ട. ഓം രായായ നമഃ രായായ നമഃ നമഃ സമാധിയായ നമഃ രായായ നമഃ ഓം രായായ നമഃ ഓം രായ സമാധിയായ നമഃ ഓം രായ സമാധിയായ നമഃ ഓം രായായ നമഃ ഓം രായ സമാധിയായ നമഃ സമാധിയായ നമഃ ഓം രായ. ഇതിലെന്തോ ഉടായ്പുണ്ടെന്നാ തോന്നുന്നത്. എനിക്കും അങ്ങനെ തങ്കപ്പൻ തലക്കടിച്ചു വന്ന് ആർക്കറിയാം. നിന്റെ അച്ഛനാടാ വന്നേ മയിലേ. സംശയമുള്ള ആരോടെ നിക്കണ്ട, പൊക്കോ പൊക്കോ. ഇവിടെ അശുദ്ധമാക്കാൻ നിക്കണ്ട കേട്ടാ. പണ്ടേ ദൈവതേജസ്സുള്ള ആളായിരുന്നു രായണ്ണൻ. ആ മുഖത്തേക്കൊന്ന് നോക്കിയേ. ദിനേശൻ സ്വാമികൾ, പൂർവാശ്രമത്തിലെ പേരുകളൊന്നും ഉച്ചരിക്കരുത്, അത് ദോഷമാണ്. അയ്യോ തങ്കപ്പൻ സ്വാമികൾ, അറിയാതെ പറഞ്ഞു പോയതാണേ, സോറി രായൻ ദൈവമേ. ഹായ്, ഇരുന്നോളൂ. ഇപ്പൊ വേണ്ട നോക്കാം. ഇയാൾ കൊണ്ടുപോയി കേസ് കൊടുക്കടേ, അല്ലെങ്കിൽ പണ്ടേ ഇയാൾ നല്ല കാര്യങ്ങളൊന്നും സമ്മതിക്കത്തില്ലല്ലോ. സ്വാമിയെ തങ്കപ്പ, ഇതുപോലുള്ള പല ഉടായ്പ നടത്തിയിട്ടുള്ളതല്ലേ നീ? അതുപോലെ അല്ലേടാ ഇതും. ശരിയാ സഹോദര, പണ്ട് ഞങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ മനുഷ്യ സഹജമല്ലേ. തെറ്റിയാതവരെ ആരുണ്ട് അല്ലേ ഗോപു? പണ്ട് ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ. വളരെ ശുദ്ധമായിരിക്കുന്ന സ്ഥലമാണ് ഇവിടം. രതി നിർവേദത്തിന്റെ കഥയൊന്നും ഇവിടെ പറയരുത്.
പരമസ്വാമി. പോലീസ് വന്നാൽ ഇപ്പൊ എല്ലാം ശരിയാവും. തിരുവടികൾ സമാധിയിൽ നിന്ന് ഉണർന്നാൽ എല്ലാ പോലീസും ഇവിടെ നിന്ന് ഓടും. ആരോടാണ് കളിക്കുന്നത്? കാര്യം എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട്ടിൽ ഒരു ദൈവമായി രായൻ ദൈവം. ആൾ ദൈവം അങ്ങ് കൂടുവാണെന്റെ ബിജു. അവക്കള വരെ ദൈവമായി. നിങ്ങൾ ഇതുവരെ കണ്ട ഉടായിപ്പ് ദൈവമല്ലേ ഈ ഇരിക്കുന്നത്? ബ്രഹ്മമുഹൂർത്തത്തിൽ കുംഭകം ചെയ്ത് സർവ്വായോധന കലകളും പുറത്തിറക്കി അതോ മണ്ഡലത്തിൽ അമൃതകലയിൽ പ്രാണായാമം ചെയ്ത് ബ്രഹ്മത്തിൽ ലയിച്ചു നിൽക്കുന്ന ഒരു രൂപമാണിത്. ആത്മാവ് വെടിഞ്ഞ ദേഹം മാത്രം സ്വാമിയേ. ആത്മാവ് തിരിച്ചു വരുമ്പോൾ ഇവിടെ ഒരു ആലയം പണിയണം. ജനം പ്രതി ആയിരങ്ങളും പതിനായിരങ്ങളും വരുന്ന ആലയം. താന്ത്രിക വിദ്യകൾ അറിയാവുന്ന ഞാൻ അദ്ദേഹത്തിന്റെ കാലടികളിൽ ഉണ്ടാകും. അതാണ്ട് ഒരുമാതിരി തൊലിഞ്ഞ വർത്താനം പറയരുത്. ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഈ പരിപാടി ഇവിടെ കൊണ്ടെത്തിയെന്നറിയാലോ. സ്വാമിയാണെന്ന് ഞാൻ നോക്കത്തില്ല. ഓ ഓ ഓ ഞാൻ തന്നെയാണ് മെയിൻ പൂജാരി. അതാണ് അദ്ദേഹത്തിന് ഇഷ്ടം. അതൊക്കെ എന്ത് പറച്ചില തങ്കപ്പ. ഇതൊക്കെ ഞങ്ങളെപ്പോലുള്ള മാന്ത്രിക വിദ്യ അറിയാവുന്ന ഞങ്ങളല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത്. അവൻ തൊലിക്കാൻ നിൽക്കുകയാണ്. മൈരെ നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട് കേട്ടോ. പരബ്രഹ്മതവക്കള സ്വാമി പരബ്രഹ്മരായൻ സ്വാമി പരബ്രഹ്മതവക്കള സ്വാമി പരബ്രഹ്മരായൻ സ്വാമി പരബ്രഹ്മതവക്കള സ്വാമി പരബ്രഹ്മരായൻ സ്വാമി സ്വാമി പരബ്രഹ്മതവക്കള സ്വാമി പരബ്രഹ്മരായൻ. ജനിച്ചു വീണപ്പോഴേ സന്യാസിയായ ആളാ. അതിനാ കുടുംബ സന്യാസി എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ജനിച്ചു വീണപ്പോഴേ 2 കവചകുണ്ടലമായിട്ടാ സ്വാമി ജനിച്ചത്. അതെനിക്ക് മാത്രമേ അറിയൂ. അതിപ്പോ എല്ലാരും ജനിക്കുമ്പോ അങ്ങനെയാണല്ലേ? കവചകുണ്ടലം ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്? ഡേ എന്തരടേ 2 കവചകുണ്ടലത്തിന്റെ കാര്യമല്ലേ? രാജീവേ, ഇത് തമാശ പറഞ്ഞിരിക്കേണ്ട ഇടമല്ല. ഹിമാലയ സാനുക്കളിൽ മഞ്ഞിൻ കണങ്ങളാൽ പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലമാണിത്. അവിശ്വാസികൾ പുറത്തു പോകൂ. അവിശ്വാസികൾ പുറത്തു പോകൂ. പോകൂ അവിശ്വാസികൾ. വിശ്വാസികളുടെ പുറത്തു പോ. സമാധി എന്തെന്ന് പോലും അറിയാത്ത വിഡ്ഢികൾ എല്ലാരും പുറത്തു പോകൂ. നമുക്ക് പൂജയ്ക്കുള്ള സമയമായി. എന്തുവാടാ തങ്കപ്പായത്? ഒറ്റയടി ഈ തേങ്ങയുടെ ചെറുകലിന് കൊടുക്കാന്നുള്ളത്. ഇപ്പൊ അവന്മാരെല്ലാം ഓടും. എല്ലാവനും ഓടും. വിട് ബിജു, രണ്ടെണ്ണം കൊടുക്കട്ടെ. ആ, അടുത്ത പൊട്ടനും വരുന്നുണ്ട്. ഇനി എന്തൊക്കെ ആവുമെന്നോ. നന്നായി. ഇവനെ പറഞ്ഞുവിട് സ്വാമികളെ. ദൂരെ കൊണ്ടുപോവനെ. അടിച്ചോട്ടിക്കുന്നേ അവനെ. ഗോപസ്വാമി അവനെ ഓട്ടിക്ക്. ദൂരോട്ട് കൊണ്ടുപോ സ്വാമികളെ. അവനെ ദൂരെ കൊണ്ടുപോ. പോട്ടെ, കൊണ്ടുപോ. അവനെ സ്വാമികളെ അവനെ അങ്ങ് കൊണ്ടുപോ. എടാ സുഖു, അണ്ണൻ ചത്തതല്ലടാ, അണ്ണൻ സമാധിയായതാ. അണ്ണൻ തിരിച്ചു വരും. ദിനേശ സ്വാമികളെ ഇവനെ പറഞ്ഞു വിട്. നമുക്ക് പൂജയ്ക്കുള്ള സമയമായി. പൊയ്ക്കോ. വാ പൂജയ്ക്ക് സമയമായി. സ്വാമികളെ അനുഗ്രഹിക്കണേ. അടിമ്പാക്കാതെ പോടാ. ഇറങ്ങി പോരല്ലോ പറഞ്ഞത്. ഇറങ്ങി പോടാ വെളിയില്. എടാ അല്ലേ എവിടെ ഇനി എവിടെ ഒന്ന് അടക്കടാ. എന്തുവാടാ ഇത്? ഇട കരയാതിരിയടാ. മിണ്ടായിരടാ. പൊട്ട. നീ മിണ്ടി പോരുത്. ഇരുന്നവിടെ. യവനെ എന്തോ ചെയ്യണോ യവനെ? ദൈവമേ കണ്ടു ഇറങ്ങണേ. എന്തെല്ലാം രീതിയിൽ ഉപദ്രവിച്ചിട്ടുള്ളതായി ഈ രായൻപിള്ള. എന്നിട്ടും അയാൾ മരിച്ചെന്ന് കേട്ടപ്പോൾ അവൻ്റെ ആ ഒരു വിഷമം നോക്കി.
പാവം. എണീച്ച് പോടാ പോട്ടാ എണീച്ച് പോടാ പോട്ടാ. ആരെങ്കിലും ഇവനെ ഒന്ന് പിടിച്ചു മാറ്റൂ. ബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുന്ന രായദൈവത്തിന് ശല്യമാകാതെ ഇവനെ ആരെങ്കിലും പിടിച്ചു മാറ്റൂ. സ്വാമികളെ ഇവനെ പിടിച്ചു മാറ്റുക. എന്റെ രായനെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു പോകുന്നില്ല. അപ്പോ നോക്കിയാണ് മുഖത്തൊക്കെ ഉറുമ്പൊക്കെ കയറുന്നല്ല. ഞാൻ തൂക്കണ്ട പൊളിഞ്ഞു. എടാ പൊട്ടൻ കഴിവറട മോനെ, എന്നെ നീ കൊലക്ക് കൊടുത്തല്ലടാ. മടി എഴുന്നേറ്റ് പോടാ. ബ്രഹ്മമുഹൂർത്തത്തിലെ സ്വാമി ഉണരൂ എന്ന് പറഞ്ഞിട്ട് നേരത്തെ ഇങ്ങ് പോരുന്നു. അടിയടാ ബിജു. അയ്യോ എല്ലാരും സമാധി ഇരുന്നപ്പം കാര്യം ഉണ്ടാവുന്നേ, ഞാൻ മാത്രം സമാധി പാത്രം കൂടെ എടുത്തോടാ. ഇത് ഏതാ സ്ഥലം? എന്നെ ഓടിക്കാതിരിയടാ പട്ടികളെ.